ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ട്രെക്കിംഗ് ആയിട്ടുള്ള അഗസ്ത്യാർകൂടത്തിലേക്കാണ്. നമ്മുടെ ജോലിയുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മറ്റു ടെൻഷനിൽ നിന്നെല്ലാം ഒഴിവായി കംപ്ലീറ്റ് ആയിട്ട് 2 ദിവസം കാടിനകത്ത് സ്റ്റേ ചെയ്ത് മൊബൈൽ പോലും ആക്സസ് ചെയ്യാതെ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഈ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഈ കാണുന്ന വാഴ്വാന്തോൾ വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായിട്ട് നമ്മുടെ ബോണക്കാടിലുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മുടെ അഗസ്ത്യാർകൂടത്തിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും കാടിനകത്തുകൂടിയുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ മാനും മയിലും അല്ലെങ്കിൽ കാട്ടുപോത്തും ആനയും സകല മൃഗങ്ങളെയും കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഫാക്ടറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രവർത്തനരഹിതമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജീർണിച്ച അവസ്ഥയിലാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ പാലങ്ങളും ചെറിയ ചെറിയ അമ്പലങ്ങളും ഒരുപാട് കാട്ടരുവികളും നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. അങ്ങനെ ചെറിയൊരു ഓഫ് റോഡിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്ന് അഗസ്ത്യമലയിലേക്ക് ട്രെക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തി. ഈ കാണുന്ന ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്ററാണ് നമ്മുടെ ബേസ് ക്യാമ്പിലേക്കുള്ള ദൂരം. നമ്മൾ അതിരാവിലെ ഇവിടെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ കട്ടൻ ചായയും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. നമ്മൾ ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ട് എടുത്ത ടിക്കറ്റ് എല്ലാം ഇവിടെ കാണിച്ചതിന് ശേഷം നമ്മുടെ ബാഗെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രെക്കിംഗ് തുടങ്ങാനായിട്ട് അനുവദിക്കൂ. അപ്പോൾ ബാഗിനകത്ത് പ്ലാസ്റ്റിക് കവറുകളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മളവിടെ ഉപേക്ഷിച്ചിട്ട് വേണം പോകാനായിട്ട്. അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകേണ്ട എന്തെങ്കിലും പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നമ്പർ ഇടിച്ചതിന് ശേഷം 200 രൂപ അവിടെ കോഷൻ ഡെപ്പോസിറ്റ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. അതുപോലെ നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇത്രയും കവറുകൾ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമാണ് നമ്മളവിടെ പേ ചെയ്തിരിക്കുന്ന 200 റുപ്പീസ് നമുക്ക് തിരിച്ചു കിട്ടും. രാവിലെ ഏകദേശം 7 മണിയോട് കൂടിയാണ് നമ്മളോട് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നൊരു ടൈം. അങ്ങനെ റിപ്പോർട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 9 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ദിവസം ഏകദേശം 100 പേരെ വരെയാണ് മാക്സിമം ഇങ്ങോട്ടേക്ക് ട്രെക്ക് ചെയ്യാനായിട്ട് അനുവദിക്കൂ. ഈ 100 പേരിൽ ഏകദേശം 70 പേര് ഓൺലൈൻ ടിക്കറ്റും അതുപോലെ ബാക്കിയുള്ള 30 പേര് ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുത്തവരുമായിരിക്കും. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ തന്നെ അഗസ്ത്യമലയിലേക്ക് നമുക്ക് ട്രെക്കിംഗ് പോകാനായിട്ടുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് ഏകദേശം ഫെബ്രുവരി തൊട്ട് മാർച്ച് പകുതി വരെയാണ്. ഈ ഒരു സീസണിൽ മാത്രമാണ് നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് അവൈലബിൾ ആവുക. പക്ഷേ ഈ ഒരു സീസൺ അല്ലാതെയും നമുക്കിവിടെ ട്രെക്കിംഗ് പോകാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. മിനിമം 10 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് ഓഫ്ലൈൻ ടിക്കറ്റുകൾ എടുത്തിട്ട് ഈ ഒരു ട്രെക്കിങ്ങിന് പോകാൻ പറ്റും. നല്ല വേനലാണെങ്കിൽ കൂടി ഇതുപോലുള്ള ഒരുപാട് കാട്ടരുവികളുള്ളൊരു കാടായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിനൊന്നും യാതൊരുവിധ ക്ഷാമം ഉണ്ടാവില്ല. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് അരുവികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള വെള്ളം ഒരുപാട് അവൈലബിൾ ആയിരിക്കും. നമ്മളിപ്പോൾ പോകുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഏകദേശം മാർച്ച് പകുതിയോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുള്ളൊരു ടൈം ആണെങ്കിൽ പോലും എല്ലാ അരുവികളിലും ഒരുവിധം വെള്ളമെല്ലാം ഉണ്ടായിരുന്നു. നമ്മളീ പോകുന്ന വഴിയിൽ ഒരുപാട് അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മഴ സമയത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ കയറിലെല്ലാം പിടിച്ച് ക്രോസ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പോൾ വേനലിൽ ഇത്രയും വെള്ളമാണ് വരുന്നതെന്ന് കരുതി ഈ ഒരു ഭാഗത്തെല്ലാം മഴക്കാലത്ത് നമ്മൾ ക്രോസ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ വെള്ളത്തിലൂടെ തന്നെ ഇറങ്ങി പോകേണ്ട അവസ്ഥയായിരിക്കും. പിന്നെ കാട്ടിലൂടെ ഒഴുകി വരുന്ന ഈ വെള്ളത്തിന് നല്ല ഔഷധ ഗുണം ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ കാടുകളിൽ ഒരുപാട് ഔഷധ സസ്യങ്ങളെല്ലാം ഉണ്ടാവും. അതിൻ്റെ വേരുകളിലും മറ്റും തട്ടിയിട്ടാണ് ഈ വെള്ളം പല സ്ഥലത്തു നിന്ന് ഒഴുകി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെടികളുടെ എല്ലാം ആ ഒരു ഔഷധ ഗുണം ഈ വെള്ളത്തിനും കാണുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഫസ്റ്റ് ക്യാമ്പ് ഷെഡിലെത്തി. ഈ കാണുന്നത് ഇവിടുത്തെ ആദ്യത്തെ ക്യാമ്പ് ഷെഡാണ്. ശരിക്കും ആദ്യത്തെ എന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഷെഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്ലേസാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്യാമ്പ് ഷെഡ്. ലാത്തിമുട്ട എന്നാണ് ഈ ഒരു ക്യാമ്പ് ഷെഡിൻ്റെ പേര്. ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്ററാണ് നമുക്ക് അഗസ്ത്യാർകൂടം വരെ പോകാനായിട്ടുള്ളത്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ ഒരുപാട് ക്യാമ്പ് ഷെഡുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് അത്യാവശ്യം റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിമൽസിൻ്റെ പ്രസൻസ് കാണുമ്പോൾ സേഫായിട്ട് മാറി നിൽക്കാനോ ഒക്കെ ആയിട്ടാണ് ഈ കാണുന്ന ക്യാമ്പ് ഷെഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ട്രെക്കിങ്ങിന് വരുന്ന ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ സീസൺ ടൈമിൽ പെർ ഹെഡ് വരുന്നത് 2500 രൂപയാണ്. ഇതല്ലാതെ ഓഫ് സീസണിലും ട്രെക്കിംഗ് അവൈലബിൾ ആണെങ്കിലും അതിന് പല റേറ്റാണ് വരിക. ഏകദേശം 4000 തൊട്ട് 5000 രൂപ വരെയൊക്കെയാണ് ഒരാൾക്ക് വരുന്ന ചാർജ്. ഈ സീസൺ ടൈമിൽ വരുമ്പോൾ ഫുഡൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നില്ല. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെറിയ ചെറിയ അമ്പലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന അമ്പലങ്ങളിൽ പലതും
പണ്ടുണ്ടായിരുന്ന ഇവിടുത്തെ ട്രൈബൽസ് നിർമ്മിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കണ്ട ചെറിയൊരു വാട്ടർഫോളാണ്. ഈ ഒരു വാട്ടർഫോളിൽ മഴയുള്ള സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുമെങ്കിലും ഇപ്പോൾ വേനലായിട്ടും അത്യാവശ്യം ചെറിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. നമ്മൾ രാവിലെ 9 മണിക്ക് ശേഷമാണ് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു കാൽ ഭാഗമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റി. കാരണം തിരിച്ചിറങ്ങി വരാനുള്ള ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 7 മണി തൊട്ടാണ്. നമ്മൾ അഗസ്ത്യമലയിലേക്ക് പോകുന്ന ഈ ഒരു വഴിക്കുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ചില ഭാഗത്ത് നല്ല രീതിയിൽ മരങ്ങളുണ്ടാവും, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണലും കാണും. പക്ഷേ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിലും ഉണ്ട്. പക്ഷേ വെയിലെല്ലാം കൊണ്ട് നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം നമുക്ക് കാണാനും പറ്റും. നമ്മൾ ഈ പോകുന്ന അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും ഈ അഗസ്ത്യാർകൂടം മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ്. 2 സംസ്ഥാനങ്ങൾ തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും ഈ അഗസ്ത്യമലയിലേക്ക് പോകാനായിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ബോണക്കാട് വഴി മാത്രമാണ്. അതായത് നമ്മൾ ഇന്ന് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത വഴി. നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലെല്ലാം പറഞ്ഞു വരുന്ന സപ്തഋഷിമാരിൽ ഒരാളായിട്ടുള്ള അഗസ്ത്യമുനിയുടെ ഒരു സാന്നിധ്യം ഈ മലയുടെ മുകളിലുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ശിവന്റെയും പാർവതിയുടെയും വിവാഹ സമയത്ത് ദേവഗണങ്ങളെല്ലാവരും തന്നെ ഹിമാലയത്തിലുള്ള കൈലാസത്തിലേക്ക് ചെന്നപ്പോൾ ഭൂമിയുടെ ഒരു സൈഡ് താഴ്ന്നു തുടങ്ങിയപ്പോൾ അത് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ശിവൻ തന്നെ അഗസ്ത്യമുനിയെ ഈ ഒരു മലയുടെ മുകളിലേക്ക് അയച്ചു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല കാരണങ്ങളും പല കഥകളും നമുക്ക് കേൾക്കാനും കഴിയും. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട മറ്റൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഇത്രയും കണ്ടതിൽ വെച്ച് അത്യാവശ്യം വലിപ്പം കൂടിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കുന്നതിനായിട്ട് ഒരു റോപ്പെല്ലാം കെട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വേനലായതുകൊണ്ടാണ് ഇവിടെ വെള്ളം ഇത്രയും കുറവ്. പക്ഷേ നമ്മൾ മഴക്കാലത്താണ് വന്നിരുന്നെങ്കിൽ ഈ കാണുന്ന റോപ്പിൽ പിടിച്ച് മാത്രമാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റൂ. കാരണം അത്രയും ഫോഴ്സിലായിരിക്കും ഇവിടെ നിന്ന് വെള്ളം ഒഴുകി വരുന്നത്. നമ്മൾ ഈ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിന് സീസണിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അനിമൽസിനെ കാണാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഏകദേശം 100 പേരോളം ഒരു ദിവസം തന്നെ ഇവിടെ നിന്ന് ട്രെക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 100 പേര് തന്നെ തിരിച്ച് അതേ ദിവസം തന്നെ ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും ആളുകൾ ഡെയിലി ഈ ഒരു വഴിക്ക് പോകുന്നതുകൊണ്ട് തന്നെ മനുഷ്യരുടെ പ്രസൻസ് മനസ്സിലാക്കി അനിമൽസ് എല്ലാം ഉൾക്കാടുകളിലേക്ക് വലിയാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ട്രെക്കിങ്ങിൽ നമുക്ക് കൂടുതലായിട്ടും ആസ്വദിക്കാനുള്ളതും എൻജോയ് ചെയ്യാനുള്ളതും ഇവിടുത്തെ കാടിൻ്റെ ഭംഗി തന്നെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ 3ാമത്തെ ക്യാമ്പ് ഷെഡിലേക്ക് എത്തി. കരമനയാർ എന്നാണ് ഈ ക്യാമ്പ് ഷെഡ് നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 14.5 കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് അഗസ്ത്യാർകൂടത്തിലേക്ക് എത്താൻ പറ്റുക. നമ്മളീ പോകുന്ന വഴിക്ക് ഒരുപാട് മരങ്ങളുള്ള ഏരിയ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത്ര ഒരു ടയർഡ്നെസ് ഒന്നും നമ്മൾ ഫീൽ ചെയ്യില്ല. എന്തായാലും ഈ ഒരു വഴി നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ടെറൈൻസ് എല്ലാം തന്നെ വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നല്ല രീതിയിൽ ചരിവുള്ള ഏരിയ എല്ലാം കാണാൻ പറ്റും.
അത്യാവശ്യം ആഴമുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപകടം വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് വെള്ളമൊക്കെ എടുക്കാൻ പറ്റുന്ന വേറൊരു അരുവിയുടെ ഏരിയ എത്തിയപ്പോഴേക്കും ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ നടന്നു തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഒന്ന് ഇരിക്കുന്നതും എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതും. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന കേക്കെല്ലാം കഴിച്ച് കുറച്ച് വെള്ളമെല്ലാം കുടിച്ച് നമ്മൾ വീണ്ടും നടത്തം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ കണ്ട നെക്സ്റ്റ് ഒരു വാട്ടർഫോളാണ്. ഇവിടെ അത്യാവശ്യം ആഴമുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതും കാണാം. നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം തൊട്ട് ബേസ് ക്യാമ്പ് വരെയുള്ള ദൂരത്തിൻ്റെ ഏകദേശം ഒരു പകുതിയിലാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വിശ്രമിക്കാനിരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം വാട്ടർഫോളിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അടുത്ത ക്യാമ്പ് ഷെഡ് കാണാൻ പറ്റും. വാഴപ്പൈന്തിയാർ എന്നാണ് ഈ ഒരു ക്യാമ്പ് ഷെഡിൻ്റെ പേര്. ഇവിടെ നിന്ന് നമ്മുടെ അഗസ്ത്യമലയിലേക്ക് എത്താനായിട്ട് ഏകദേശം 12.5 കിലോമീറ്ററോളം നമ്മൾ വീണ്ടും കാടിനകത്തൂടെ നടക്കണം. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ചെറിയ രീതിയിലൊന്ന് ദാഹിച്ചു. പിന്നെ കൗതുകം കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഈ കാണുന്ന വാട്ടർഫോളിലേക്ക് നമ്മൾ നടക്കുന്ന പാത്തിൽ നിന്ന് കുറച്ച് ഉള്ളിലായിട്ടാണ് ഇത് കാണുന്നത്. കുറച്ച് ചെറിയ രീതിയിൽ റിസ്ക് എല്ലാം എടുത്ത് അവിടെ പോയി വെള്ളം കുടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ ഈ കയറി പോകുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഒരുപാട് വീഡിയോസിൽ ഇതിനു മുമ്പും കണ്ടിട്ടുമുണ്ട്, നമ്മുടെ സീത ട്രാവൽ എന്ന് പറയുന്ന ചാനലിലെ ഉണ്ണിബ്രോയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ഇന്ന് അഗസ്ത്യമലയിലേക്കുള്ള ഈ ഒരു ട്രെക്കിംഗ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലൂടെയെല്ലാം നമ്മൾ നടന്നു പോകേണ്ട കാര്യം കൊണ്ട് തന്നെ അത്യാവശ്യം ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സും ചെറിയൊരു ക്യാപ്പും സൺഗ്ലാസും എല്ലാം നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വെയിലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതൊരു വലിയ ഉപകാരം തന്നെ ആയിരിക്കും. പക്ഷേ ഈ വെയിൽ എത്ര ഹാർഡാണെങ്കിലും അതിൻ്റെ ഒരു ചൂടൊന്നും നമുക്കധികം ഫീൽ ചെയ്യില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന് മുകളിലേക്ക് കയറുമ്പോൾ ഉള്ള കാറ്റാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നൊരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ ഇരിക്കാനായിട്ട് ചൂസ് ചെയ്ത ഒരു കല്ല് ശരിക്കും പ്രകൃതി നമുക്ക് വേണ്ടി ചെത്തി ഒരുക്കി വെച്ചിരിക്കുന്ന പോലെയുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എല്ലാം എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ പോകുന്ന വഴിക്ക് കുറച്ച് മരങ്ങളെല്ലാം നിൽക്കുന്നൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണലുണ്ടാവും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട നെക്സ്റ്റ് ഒരു ചെറിയ വാട്ടർഫോളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോകുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ട്രെക്ക് ചെയ്ത് വന്നപ്പോൾ കണ്ട നെക്സ്റ്റ് വാട്ടർഫോളാണ്. നമ്മൾ ഇതുവരെ കണ്ട വാട്ടർഫോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വാട്ടർഫോൾസിൻ്റെ ഈ ഒരു ഫ്രെയിംസിന് കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. നമുക്കെന്തായാലും നമ്മുടെ ക്യാമറയിലൂടെ അത് കാണാം.
അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് നെക്സ്റ്റ് വേറൊരു വാട്ടർഫോളിലേക്ക് എത്തി. നമ്മൾ ഇത്രയും നേരം കണ്ട വാട്ടർഫോളുകൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കുളിക്കാനായിട്ട് ആരെയും സമ്മതിക്കില്ല. അതിനൊരു കാരണമെന്ന് പറയുന്നത് ഇവിടെ കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസ് ആണെന്നാണ് ഇവർ പറയുന്നത്. മഴക്കാലത്തൊക്കെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വെള്ളം പോകുന്നത് വളരെയധികം ഫോഴ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തേക്ക് വീഴാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഈ ഒരു ഭാഗത്ത് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ കുളിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കുന്നതിനായിട്ടാണ് നമ്മൾ നേരെ കാണുന്ന ആ ഒരു ഷെഡിലെ വാച്ചർമാരെല്ലാം ഉള്ളത്. നമ്മൾ പോകുന്ന വഴിയിലെ 5ാമത്തെ ക്യാമ്പ് ഷെഡാണ് അട്ടയാർ എന്ന് പറയുന്ന ഈ ഒരു ക്യാമ്പ് ഷെഡ്. ഇവിടെ നിന്ന് ഏകദേശം 10.5 കിലോമീറ്ററാണ് അഗസ്ത്യാർകൂടത്തിലേക്കുള്ളത്. നമ്മൾ ഈ അട്ടയാർ വരെ ട്രെക്ക് ചെയ്ത ആ ഒരു പാത്ത് എന്ന് പറയുന്നത് ഏകദേശം മോഡറേറ്റ് ആയിട്ടുള്ള കയറ്റങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളെല്ലാം കയറി വേണം പോകാനായിട്ട്. ശരിക്കും നമ്മുടെ ട്രെക്കിങ് കുറച്ചുകൂടി ഹാർഡാവുന്നത് ഈ ഒരു ഏരിയ തൊട്ടാണ്. അങ്ങനെ നമ്മൾ കയറി വന്നപ്പോൾ ഓപ്പോസിറ്റ് മലയിൽ കാട്ടുപോത്തോ ആനയോ എന്തോ നിൽക്കുന്ന പോലെ തോന്നി. പക്ഷെ നമ്മൾ ടെലി ലെൻസ് എടുക്കാതിരുന്നതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ളത് സൂം ചെയ്ത് നോക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ടെലി ലെൻസ് എടുക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പരമാവധി വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. കാരണം അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ട്രെക്കിംഗ് ആയതുകൊണ്ട് തന്നെ പരമാവധി വെയിറ്റ് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ നമ്മുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ആളിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു ഫോമും നമ്മുടെ ടിക്കറ്റ് എല്ലാം ഇവിടെ കാണിച്ചതിന് ശേഷം വേണം നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ബേസ് ക്യാമ്പ് വരെയുള്ള ഒരു ട്രെക്കിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം ഹാർഡ് തന്നെ ആയിരിക്കും. അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ പോകുന്നത് ശരിക്കും ഒരു മൊട്ടക്കുന്ന് പോലുള്ള ഒരു ഏരിയയിലൂടെയാണ്. ഈ ഒരു ഭാഗത്തൂടെ നടക്കുമ്പോൾ മരങ്ങൾ കുറവായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ വെയിലെല്ലാം കൊണ്ടുവേണം പോകാൻ. അത്യാവശ്യം കയറ്റവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ടയേർഡ് ആവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ അഗസ്ത്യമലയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് മലനിരകൾ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ അനിമൽസിനെ ഒന്നും കിട്ടിയില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടു പോയപ്പോഴാണ് മരക്കൊമ്പിലിരിക്കുന്ന ഒരു ഓന്തിനെ കണ്ടത്. അഗസ്ത്യാർകൂടത്തിലേക്ക് പ്രധാനമായിട്ടും 2 വിഭാഗം ആളുകളാണ് വരാറുള്ളത്. ഒന്ന്, ഇവിടെ അഗസ്ത്യമുനിയുടെ ഒരു സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഭക്തരും. 2, പ്യുവറായിട്ട് കാടിനെയും അതുപോലെ തന്നെ ട്രെക്കിങ്ങും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ട്രെക്കേഴ്സും. മുൻപൊക്കെ ഇവിടെ ട്രെക്ക് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് ഒരു റിസ്ട്രിക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് വിഭാഗക്കാർക്കും ഇവിടെ വരുന്നതിന് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ വരുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സ്ഥലം ഇതേ രീതിയിൽ തന്നെ നമ്മൾ കെയർ ചെയ്ത് പോകണം എന്നുള്ളതാണ്. കാരണം ഇനി വളർന്നു വരുന്ന നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഈ ഒരു സ്ഥലം ഇതേ രീതിയിൽ കാണുന്നതിനായിട്ട് ഇതിങ്ങനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നടന്ന വഴിയേക്കാളും നടക്കാനുള്ള വഴിയാണ് കൂടുതലെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇവിടെ നിന്ന് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ശരിക്കും അത് തന്നെയാണ് മനസ്സിലും തോന്നിയത്. നമ്മൾ താഴെ കാണുന്ന ഈ ഒരു വഴി നടന്ന് ഈ ഒരു മലയുടെ അപ്പുറത്ത് കാണുന്ന അഗസ്ത്യമലയുടെ ടോപ്പിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വഴിയിൽ നിന്ന് ഇനി കുറച്ചധികം ദൂരം നമുക്ക് നല്ല രീതിയിൽ കയറ്റമുള്ള ഒരു ഏരിയ ആണ്. നല്ല രീതിയിൽ കൽപ്പൊടിയായിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും തെന്നി വീഴാണ്ടിരിക്കാനായിട്ട് ശരിക്കും ശ്രദ്ധിച്ച് തന്നെ വേണം പോകാൻ. നമ്മൾ ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ അഗസ്ത്യമല പോയിട്ട് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വരുന്ന ആളുകളാണ്. അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടം ബേസ് ക്യാമ്പിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടാ. ഇനി ഏകദേശം ഒരു 2 മണിക്കൂറോട് ഇവിടെ നടക്കാണ്ട്. ഇപ്പം നല്ലൊരു മൊട്ടക്കുന്ന് കയറി വന്നതാണ്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ അഗസ്ത്യാർകൂടം വരുന്നത്. എന്തായാലും നല്ല കിടിലൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഒപ്പം ഉണ്ണിബ്രോ ഉണ്ട്. ഉണ്ണിബ്രോ മൊബൈലും പിടിച്ചോണ്ട് ആളെ ഒന്ന് കാണിച്ചു തരാം. മുടിയൊക്കെ ഇരിക്കണോ നോക്കി. കാറ്റ് ഭയങ്കര കാറ്റാട്ടോ. നോക്കി ഇവിടുന്ന് ഈ ഒരു വ്യൂ ഒന്ന് നോക്കി. ഈ മല കണ്ടോ? ഇത്രയും മലകൾ കണ്ടോ? ഈ ഒരു വഴിയാണ് നമ്മളിപ്പോൾ കയറി വന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഈ കാണുന്ന വഴിയാണ് പോകാനുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റമാണ്. ചെറിയൊരു മുട്ടക്കുന്നും അതുപോലെ നല്ല രീതിയിൽ വെയിലും ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവാനായിട്ടുള്ള ചാൻസും ഈ ഒരു ഭാഗത്ത് കൂടുതലാണ്. അപ്പോൾ ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കയ്യിൽ അത്യാവശ്യം വെള്ളമെല്ലാം കരുതിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ കാണുന്ന മുട്ടക്കുന്നിൻ്റെ ഒരു ഭാഗത്തൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അത്യാവശ്യം വെള്ളം എടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഏകദേശം ഉച്ചയോടുകൂടിയാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് ഡേയിലെ ട്രെക്കിങ്ങിലെ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഇതല്ലാതെ ഇതിനേക്കാൾ ഹാർഡായിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം മുകളിലേക്ക് എത്തിയപ്പോൾ കണ്ട നെക്സ്റ്റ് ക്യാമ്പാണ്. ഏഴുമടക്കൻ തേരി എന്നാണ് ഈ ഒരു ക്യാമ്പിൻ്റെ പേര്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടി പോയി നല്ലൊരു കയറ്റവും കൂടി കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ട്രെക്കിങ്ങിലെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള ബേസ് ക്യാമ്പിലേക്ക് എത്തും. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ വീണ്ടും ഒരുപാട് മരങ്ങളുള്ള ഒരു ഏരിയയിലേക്കാണ് കയറുന്നത്. ശരിക്കും നല്ല വെയിലത്ത് നിന്ന് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ പ്രകൃതി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു AC റൂമിലേക്ക് കയറുന്നൊരു ഫീലാണ്. ഈ വീഡിയോയിൽ കാണുമ്പോഴോ ഞാൻ പറയുമ്പോഴോ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകും എന്നുള്ളത് അറിയില്ല. പക്ഷേ നല്ല വെയിലത്തെല്ലാം നടന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു കുളിർമയുണ്ടല്ലോ, അത് ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. ഇനി ഈ ഭാഗത്ത് നിന്ന് നമ്മൾ അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഒരു കയറ്റമെല്ലാം കയറി തുടങ്ങാൻ പോവാണ്. നമ്മൾ ഇന്നത്തെ ട്രെക്കിങ്ങിൽ ഇതുവരെ നമ്മൾ വന്ന കയറ്റങ്ങളെക്കാൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുത്തനെയായിട്ടുള്ള കയറ്റങ്ങളാണ്. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ തോളത്ത് നല്ല രീതിയിൽ വെയിറ്റെല്ലാം ആയിട്ടാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടയേർഡ് ആവാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് ഏകദേശം മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഭാഗത്ത് കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് മരങ്ങളും താഴെ ഒരുപാട് പാറക്കല്ലുകൾ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ ഒരു ഭാഗത്ത് കാട് കുറച്ചുകൂടി തിക്കായതുകൊണ്ട് തന്നെ നല്ലൊരു പച്ചപ്പും ഹരിതാഭയെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ് ഈ കാണുന്നതും. ഒരു ചെറിയ അമ്പലം തന്നെയാണ്. കൃത്യമായിട്ട് ഒരു അമ്പലത്തിൻ്റെ രൂപത്തിലൊന്നല്ലെങ്കിലും ഈ ഒരു ഭാഗത്ത് ഒരുപാട് പ്രതിഷ്ഠകളും നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാടിനകത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ട മറ്റൊരു അമ്പലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന അമ്പലം. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. ഇതേ അമ്പലത്തിൻ്റെ ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴിയിലൂടെയാണ് നമ്മൾ അഗസ്ത്യമലയുടെ ടോപ്പിലേക്ക് പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് മറ്റൊരു അമ്പലമാണ്. ശരിക്കും ഈ ഒരു അമ്പലത്തിലേക്ക് നമുക്ക് കയറാനായിട്ടുള്ള അനുവാദമില്ല. ഇതുപോലെ കാട്ടുവള്ളിയെല്ലാം ഉപയോഗിച്ച് ഈ ഒരു വഴിയെല്ലാം കെട്ടി അടച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന അമ്പലത്തിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അതിരുമല ബേസ് ക്യാമ്പിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് നമുക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ കാണുന്ന ക്യാമ്പ് ഷെഡിൽ കിടന്നുറങ്ങി നാളെ രാവിലെ 7 മണിക്കാണ് നമുക്ക് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക് പോകാൻ പറ്റൂ. ഇവിടെ വരുന്നവർക്ക് താമസിക്കുന്നതിനായിട്ട് ഈ കാണുന്ന രീതിയിലുള്ള 2 ഷെഡുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ക്യാമ്പ് ഷെഡിൻ്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അഗസ്ത്യമലയുടെ ആ ഒരു രൂപം കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന അഗസ്ത്യമലയിൽ തന്നെ അഗസ്ത്യമുനിയുടെ ഒരു രൂപം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? നമ്മളിപ്പോൾ കാണുന്നത് അഗസ്ത്യമുനിയുടെ മുഖവും താഴേക്ക് കാണുന്നത് കൈയും വയറും അതുപോലെ തന്നെ മുണ്ടും എല്ലാം ആണ്. ഇത് ശരിക്കും ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷേ ഒരു തവണ ഇതൊന്ന് ഞാൻ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും. ശരിക്കും ഈ ഒരു രൂപം ശ്രദ്ധിച്ചോ? ഇനി ഇതിൻ്റെ പുറകെ ഞാൻ വരയ്ക്കുന്ന ആ ഒരു വിഷ്വൽ നോക്കിയോ. എങ്ങനെയുണ്ട്? ശരിക്കും ആ ഒരു മലയിൽ ഈ അഗസ്ത്യമുനിയുടെ ഒരു രൂപം വന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. എന്തായാലും ഈ ഒരു മലയുടെ പുറകിലായിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമുക്ക് അത്യാവശ്യം കുളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ക്യാമ്പിലെത്തി കഴിയുമ്പോൾ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ക്ഷീണമെല്ലാം മാറ്റാനായിട്ട് ഇവിടെ വന്ന് നല്ല തണുത്ത വെള്ളത്തിലൊരു ചെറിയ കുളിയെല്ലാം കുളിച്ചിട്ട് പോയി ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ വളരെയധികം ഫ്രഷാവും. ഈ കാണുന്നൊരു ഏരിയ നമ്മുടെ ക്യാമ്പിൻ്റെ പുറകിലായിട്ടാണ്. ഇവിടെയാണ് നമുക്ക് അത്യാവശ്യം ഫോണിനൊക്കെ റേഞ്ച് കിട്ടുന്നൊരു ഏരിയ.
നമ്മൾ ഈ കാണുന്നതാണ് കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കഞ്ഞി. 175 രൂപയാണ് ഒരു കഞ്ഞിയുടെ റേറ്റ്. അങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് നമ്മൾ ക്യാമ്പിലേക്ക് ചെന്ന് ഈ കാണുന്ന രീതിയിൽ എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ അതിരാവിലെ തന്നെ നമ്മൾ ഇന്നലെ ചെന്ന അതേ സ്ഥലത്ത് നിന്ന് അഗസ്ത്യമലയുടെ ഒരു വിദൂര ദൃശ്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ട്രെക്കിങ് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ആ കാണുന്ന വഴികളിലൂടെ കയറാൻ പോവുകയാണ്. ഇപ്പോൾ രാവിലെ 7 മണിക്കാണ് നമ്മുടെ അഗസ്ത്യമലയുടെ മുകളിലേക്കുള്ള ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ട്രെക്കിംഗ് പോയിട്ട് വന്നാലോ? ഇപ്പോൾ ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ച് കുറച്ച് ദൂരം നടന്ന് ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു ചെറിയ ടെമ്പിൾ ഉണ്ടല്ലോ, അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ അഗസ്ത്യമലയുടെ ടോപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന വഴി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ടുള്ളൊരു ഫോറസ്റ്റ് തന്നെയാണ്. നമ്മൾ ഇന്നലെ വന്ന ട്രെക്കിംഗ് പാത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുന്ന ആ ഒരു കയറ്റമെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ളൊരു ട്രെക്കിംഗ് ആണ്. കാരണം പോകുന്ന ആ ഒരു വഴിയും കയറ്റവും എല്ലാം ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ഹാർഡാണ്. ഈ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിന് എല്ലാവരും ചൂസ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ ബേസ് ക്യാമ്പ് വരെ ട്രെക്ക് ചെയ്ത് വരും. അതിനുശേഷം അവിടെ കിടന്നുറങ്ങി നെക്സ്റ്റ് ഡേ ആണ് അഗസ്ത്യാർമലയുടെ ഏറ്റവും ടോപ്പിലേക്ക് കയറുന്നത്. അങ്ങനെ മുകളിലേക്ക് കയറുന്നതിൽ 90% ആളുകളും തിരിച്ച് താഴെ വന്ന് ബേസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിലായിരിക്കും താഴത്തേക്ക് ട്രെക്ക് ചെയ്ത് പോവുക. പക്ഷേ നമുക്ക് തിരിച്ചിറങ്ങി പോകാനായിട്ടുള്ള ഒരു കോൺഫിഡൻസും ആ ഒരു സ്റ്റാമിന ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാനും പറ്റും. പക്ഷേ 2:30 മണി വരെ മാത്രമാണ് നമുക്ക് ബേസ് ക്യാമ്പിൽ നിന്ന് താഴത്തേക്ക് ട്രെക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു ടൈമുള്ളൂ. നമ്മൾ രണ്ടാമത്തെ ദിവസം ഈ അഗസ്ത്യമലയുടെ മുകളിലേക്ക് ട്രെക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കയറി മുകളിലേക്ക് ചെല്ലും തോറും മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയുടെ ഭംഗി കൂടി വരുന്നു എന്നുള്ളതാണ്. ആ കാണുന്ന മലയുടെ പുറകിലുള്ള മലയുടെ ടോപ്പിലാണ് നമുക്കിന്ന് ട്രെക്ക് ചെയ്തെത്താനുള്ളത്. നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലത്തിനാണ് പൊങ്കാലപ്പാറ എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു സ്ഥലമല്ല പൊങ്കാലപ്പാറ. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ആദ്യകാലത്ത് പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന പൊങ്കാലപ്പാറയുള്ളത്. പക്ഷേ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കൂടുതൽ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ പൊങ്കാല ഇടുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിനി മുകളിലേക്ക് കയറും തോറും കാറ്റിൻ്റെ ശക്തി നല്ല രീതിയിൽ കൂടി വരും. നമ്മൾ ഈ വെള്ളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും കാറ്റ് എത്ര ശക്തിയിലാണ് ഈ അടിക്കുന്നതെന്നുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ അഗസ്ത്യമലയുടെ ടോപ്പിലേക്ക് കയറുമ്പോൾ വീണ്ടും കാറ്റിൻ്റെ ശക്തി കൂടിയാണ് വരിക. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ കാറ്റിൻ്റെ ശക്തിയിൽ നമ്മുടെ ബാലൻസ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും നേരം ട്രെക്ക് ചെയ്ത് വന്ന വഴികൾ അത്യാവശ്യം വീതിയുള്ളതായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള വഴികളെന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ടുള്ള വഴികളാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു കാഴ്ചയാണ്. പണ്ട് കാലത്ത് ഈ മരുന്നെല്ലാം ഉണ്ടാക്കാനായിട്ട് കരിങ്കല്ലിൽ കൊത്തിയെടുക്കുന്ന ആ ഒരു രൂപമുണ്ടല്ലോ, അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ പൊങ്കാലപ്പാറ ഇതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇനി പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണോ അതോ ഇനി എന്തെങ്കിലും പച്ചമരുന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ നിർമ്മിച്ചിരിക്കുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. ഈ ഭാഗത്ത് നിന്നാണ് നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി നല്ല രീതിയിൽ പാറക്കല്ലുകളുടെ ഇടയിലൂടെയൊക്കെ വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട്. പല സ്ഥലങ്ങളിലും നമുക്ക് 2 കാലും 2 കൈയും ഉപയോഗിച്ച് വേണം മുകളിലേക്ക് കയറാൻ. അതുപോലൊരു ഏരിയയാണ് ഈ കാണുന്നത്. ഇനി ഈ കാണുന്നൊരു ഏരിയയിൽ നിന്ന് ഇതുപോലെ റോപ്പ് പിടിച്ചാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. കാരണം ഈ ഒരു ഭാഗം അത്യാവശ്യം സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ നമ്മൾ പാറയിലൊക്കെ പിടിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ വീഴാനായിട്ടുള്ള ചാൻസും വളരെ കൂടുതലാണ്. ആ ഒരു ഏരിയ കഴിഞ്ഞ് നമ്മൾ ഇനി പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ടും അതുപോലെ തന്നെ നാരോ ആയിട്ടുള്ളൊരു ഏരിയയിലൂടെയാണ്. ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ കരിങ്കല്ലും ചെറിയ മരങ്ങളും ചെടികളും എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബാഗെല്ലാം തോളത്തിട്ട് ഈ ഒരു ഭാഗത്തൂടെ നടക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്.
അങ്ങനെ നടന്ന് നമ്മൾ അഗസ്ത്യമലയുടെ ഏകദേശം ഒരു ടോപ്പിലേക്ക് എത്താറായി. നമ്മൾ ഈ കാണുന്ന ഒരു ഏരിയ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കയറി മുകളിലേക്ക് എത്തിയതിന് ശേഷം ഇതുപോലെ തന്നെ റോപ്പ് പിടിച്ച് കയറാനുള്ള മറ്റൊരു ഏരിയ കൂടി ഉണ്ട്. ആ ഒരു ഏരിയയും കൂടി ക്രോസ് ചെയ്താൽ മാത്രമാണ് നമ്മൾ അഗസ്ത്യമലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുക. അപ്പോൾ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ട്രെക്കിങ്ങും അതുപോലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രെക്കിങ്ങും ആയതുകൊണ്ട് തന്നെ ഈ ഹൈറ്റൊന്നും പേടിയില്ലാത്ത ആളുകൾ ഈ ഒരു ട്രെക്കിംഗ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ഭാഗത്ത് വെച്ച് തലകറക്കോ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു അപകടമായിരിക്കും സംഭവിക്കുക. ഈ കാണുന്നതാണ് നമ്മുടെ അഗസ്ത്യമലയുടെ ഫൈനലായിട്ടുള്ള ഒരു കയറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കയറിൽ പിടിച്ച് കയറുന്ന സമയത്തും മുകളിൽ ചെന്ന് നിൽക്കുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ കാറ്റിൻ്റെ ഒപ്പം പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ അനിമൽസിനെ ഒന്നും കണ്ടില്ലെങ്കിലും നമുക്ക് അഗസ്ത്യമലയുടെ ടോപ്പിലേക്ക് എത്തിയപ്പോൾ കിട്ടിയൊരു സൈറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ പയ്യെ ചുവടുകൾ വെച്ച് അഗസ്ത്യമലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഗസ്ത്യമുനിയുടെ ഒരു വലിയ പ്രതിമ വെച്ചിരിക്കുന്നതെല്ലാം കാണാൻ പറ്റും. ഈ ഒരു പ്രതിമയുടെ ഈ ഒരു രൂപം കണ്ടില്ലേ, ഇത് തന്നെയാണ് നമ്മൾ താഴെ മലയിൽ കണ്ട ആ ഒരു രൂപവും. ഈ ഒരു മലയുടെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു ബേസ് ക്യാമ്പ് വളരെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് അഗസ്ത്യമലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഏകദേശം 3ഓളം ഡാമുകളും അതിൻ്റെ റിസർവോയർ ഏരിയയും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കാണുമ്പോൾ നമ്മൾ ഭൂമിയുടെ ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുന്നൊരു ഫീലാണ്. നമ്മൾ വളരെ ഈസി ആയിട്ടൊന്നുമല്ല ഈ ഒരു ഭാഗത്തേക്ക് എത്തിയത്. അത്യാവശ്യം ഇരുന്നും കിടന്നും ദാഹിച്ചു വലഞ്ഞും അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു മലയുടെ ടോപ്പിലേക്ക് എത്തിയത്. പക്ഷേ ഇവിടെ വന്നു നിന്ന് ഇവിടുത്തെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിനെല്ലാം നല്ലൊരു റിസൾട്ട് കിട്ടിയവരായി. അപ്പോൾ നമ്മുടെ അഗസ്ത്യമലയിലേക്കുള്ള ട്രെക്കിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.